ഹലോ ഓൾ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്. നമ്മൾ ഇപ്പോൾ ഇത്രയും കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഡിസ്കസ് ചെയ്തത് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്കാണ്. ഓക്കെ, ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്സ്. ഇതിനകത്ത് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിരുന്നത് എന്താണ് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്കിൽ. അതായത് സോഫ്റ്റ് കമ്പ്യൂട്ടിങ്ങിൽ നമ്മൾ ഡിഫറെൻറ്റ് ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതിലുള്ളതാണ് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്സ്. അതേമാതിരി ഫസി ലോജിക്ക്, ജെനറ്റിക്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്കാണ്. ആർട്ടിഫിഷ്യൽ ന്യൂറൽ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് എന്താണ് ന്യൂറൽ നെറ്റ്വർക്ക്, എന്താണ് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്. ഓക്കെ, സോ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് മാത്തമാറ്റിക്കൽ മോഡൽ ഓഫ് ന്യൂറോൺ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അതായത് നമ്മുടെ ഹ്യൂമൻ ബോഡിയിലുള്ള ന്യൂറോണിൻ്റെ മാത്തമാറ്റിക്കൽ മോഡലാണ് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്സ്. സോ വി ഹാവ് ഡിഫറെൻറ്റ് ഇൻപുട്സ്. അതായത് സാധാരണ ഇന്നലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കമ്പാരിസൺ ചെയ്തില്ലേ, ഇതാണ് ന്യൂക്ലിയസ്. ഇതിനകത്തുള്ള ഡെൻഡ്രൈറ്റീസ് ഉണ്ടല്ലോ, ഡെൻഡ്രൈറ്റീസ്, ന്യൂക്ലിയസ്, സിനാപ്സ്, ആക്സോൺ. ഓക്കെ, ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അറിയുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതേമാതിരി തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഡെൻഡ്രൈറ്റ്സ് ഇൻഫർമേഷൻ റിസീവ് ചെയ്യും ത്രൂ എന്താണ് ആക്സോൺസ്, അതായത് ഫൈബറല്ല, അതുവഴി നമ്മൾ ഇൻപുട്ട് റിസീവ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ആ ഡാറ്റ നമ്മുടെ ഓരോ ന്യൂറോൺ, ഇത് ഡിഫറെൻറ്റ് ന്യൂറോൺ ഓരോട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ഈ മാത്തമാറ്റിക്കൽ സ്ട്രക്ചറിൽ നമുക്ക് നോക്കിയാൽ കാണും ഈ ANN ഇൻപുട്ട് X1 കണ്ടാവും. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടൊരു വെയിറ്റ് ഉണ്ട് അല്ലേ, കറസ്പോണ്ടിങ് ആയിട്ടൊരു വെയിറ്റ് ഉണ്ട്. എന്നിട്ട് ഇങ്ങനെ ഡിഫറെൻറ്റ് ന്യൂറോൺസ് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഇതിൻ്റെയൊക്കെ കോമ്പിനേഷനാണ് എന്ത് പറയുക, നമ്മളുടെ റിസൾട്ട് എന്ന് പറയുന്നത്, അതായത് Y എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനകത്ത് നമ്മളത് ഓൾറെഡി നോക്കിയിട്ടുണ്ട്, ഡിസ്കസ് ചെയ്താണ്. Y എന്ന് കണ്ടാവും. ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് X1W1 + X2W2 + extra up to XNW1, അതായത് സമ്മേഷൻ ഓഫ് I = 1 to n XIWI. ഈ I എന്ന് പറയുന്നത് നമ്മുടെ പ്രോസസ്സിംഗ് എലമെൻറ്റ് അല്ലെങ്കിൽ ന്യൂറോണാണ്. ഓക്കെ, സോ ഇതിൻ്റെയൊക്കെ നമ്മൾ നോക്കി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കുന്ന, മീൻസ് എങ്ങനെയാണ് അതിൻ്റെ സ്ട്രക്ചർ കാര്യങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കി. ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ് എന്താണ് സംഭവം എന്നുള്ളത്. അതാ ഈ പറയുന്നത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ANN എന്താണെന്ന് അറിയണം, അതാണ് ഞാൻ വീണ്ടും പറയുന്നത്. ഓക്കെ, അതായത് ഇനി പറയണ്ടല്ലോ, ANN എന്ന് പറഞ്ഞാൽ അറിയാലോ. ഓക്കെ, ഇനി നമ്മളിതിനകത്ത് നമ്മൾ കമ്പാരിസൺ നോക്കി. ന്യൂറോണും നമ്മളുടെ ആർട്ടിഫിഷ്യൽ ന്യൂറോണും തമ്മിലുള്ള കമ്പാരിസൺ ആണ് കഴിഞ്ഞ ക്ലാസ് വരെ നോക്കിയെന്നാണ് എൻ്റെ ഓർമ്മ. ഓക്കെ, സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ബേസിക്സ്, അതായത് ANNൻ്റെ ബേസിക്സ് എന്തൊക്കെയാണെന്നുള്ളത്. ഓക്കെ, എങ്ങനെയാണ് ANNൻ്റെ സ്ട്രക്ചർ എങ്ങനെയൊക്കെയാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആക്ച്വലി ഈ ശ്രദ്ധിക്കുക, ഈ ANNൻ്റെ ബേസിക് സ്ട്രക്ചർ അല്ലെങ്കിൽ ബേസിക്സ് എന്ന് പറയുന്നതിൽ 3 എൻറ്റിറ്റീസാണുള്ളത്. ഓക്കെ, ഫസ്റ്റ് എന്ന് പറയുന്നത് ദി മോഡൽസ് സിനാപ്റ്റിക് ഇൻ്റർ കണക്ഷൻസ്, നമ്മളുടെ സ്ട്രക്ചറിലുള്ള ഇൻ്റർ കണക്ഷൻസ്. ഓക്കെ, ദി മോഡൽ സിനാപ്റ്റിക് ഇൻ്റർ കണക്ഷൻസ്. രണ്ടാമത്തത് എന്ന് പറയുന്നത് ദി ട്രെയിനിങ് ഓർ ലേണിംഗ് റൂൾസ് അഡോപ്റ്റഡ് ഫോർ അപ്ഡേറ്റിംഗ് ആൻഡ് അഡ്ജസ്റ്റിംഗ് ദി കണക്ഷൻ വെയ്റ്റ്സ്. അതെന്തിനാണ് അപ്ഡേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തിനാണ് ആ വെയിറ്റ് ചേഞ്ച് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, രണ്ടാമത്തെ ദി ട്രെയിനിങ് ഓർ ലേണിംഗ് റൂൾസ്, അതായത് ട്രെയിനിങ് ആൻഡ് ലേണിംഗ് റൂൾസ് അഡോപ്റ്റഡ് ഫോർ അപ്ഡേറ്റിംഗ് ദി അഡ്ജസ്റ്റിംഗ് കണക്ഷൻ വെയ്റ്റ്സ്. കണക്ഷൻ വെയ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ട്രെയിനിങ് അല്ലെങ്കിൽ ലേണിംഗ് റൂൾസ്, അതിൻ്റെ എങ്ങനെ ടെക്നിക്സൊക്കെ. മൂന്നാമത്തെ എന്ന് പറയുന്നത് ആക്ടിവേഷൻ ഫംഗ്ഷനാണ്. ആക്ടിവേഷൻ ഫംഗ്ഷൻ എന്താണ് ഇങ്ങനെ ഓൾറെഡി നിങ്ങളോട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ആക്ടിവേഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മളുടെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. യെസ്, ഇപ്പോൾ നമ്മളുടെ ഇവിടെ കണ്ടോ, നമ്മുടെ X1 X2 ആക്ടിവേഷൻസ് എന്ന് പറഞ്ഞല്ലേ, X1 and X2 ആർ ആക്ടിവേഷൻ. ഇവിടെ Y = X1W1 + X2W2 അല്ലേ. ഇവിടെ X1 and X2 ആർ ആക്ടിവേഷൻസ് ഓഫ് ദി ഇൻപുട്ട് ന്യൂറോൺസ് ആൻഡ് ക്യാപിറ്റൽ X1 and X2 ദി ഔട്ട്പുട്ട് ഓഫ് ദി ഇൻപുട്ട് സിഗ്നൽസ് എന്ന് പറയുന്നത് Y = ഫംഗ്ഷൻ, അതായത് ദി ഔട്ട്പുട്ട് Y ഓഫ് ദി ഔട്ട്പുട്ട് neuron Y can be obtained by applying the activations over the net input. That is called activation function. The function that applied over എന്താണ് inputs. Okay, അതായത് the function that to be applied over the network input is called activation functions. നമ്മുടെ ഇൻപുട്ടിന് ഫംഗ്ഷൻ അപ്ലൈ ചെയ്തിട്ട് വരുന്ന സാധനത്തിനാണ് നമ്മൾ എന്ത് പറയുക, ആക്ടിവേഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ അതാണ് മൂന്നാമത്തെ. 3 ഉള്ളത് ബേസിക്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഇൻ്റർ കണക്ഷൻസ്. ഓക്കെ, ഈ ഇൻ്റർ കണക്ഷൻസ് എന്താ നോക്കാം. ഫസ്റ്റ് ഇൻ്റർ കണക്ഷൻസ്, രണ്ടാമത് ട്രെയിനിങ് ഓർ ലേണിംഗ് റൂൾസ്,
adapted for updating and adjusting the connection weights. മൂന്നാമത്തത് activation function. Clear? ഇനി കണക്ഷൻസ് നമുക്ക് ഫസ്റ്റ് കണക്ഷൻസ് നോക്കാം. 5 ബേസിക് ടൈപ്സ് ആണ് ന്യൂറോൺ കണക്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. 5 സ്ട്രക്ചർ. ഓക്കെ, 5 ബേസിക് ടൈപ്സ്. ഫസ്റ്റ് വൺ ഈസ്, പേരിൽ തന്നെ അതിൻ്റെ സംഭവം ഉണ്ട് എന്നുള്ളതാണ് പഠിക്കാൻ എളുപ്പത്തിൽ കേട്ടോ. സിംഗിൾ ലെയർ ഫീഡ് ഫോർവേഡ് നെറ്റ്വർക്ക്, മൾട്ടി ലെയർ ഫീഡ് ഫോർവേഡ് നെറ്റ്വർക്ക്, സിംഗിൾ നോഡ് വിത്ത് ഇറ്റ്സ് ഓൺ ഫീഡ്ബാക്ക്, സിംഗിൾ ലെയർ റിക്കറൻറ്റ് നെറ്റ്വർക്ക്, മൾട്ടി ലെയർ റിക്കറൻറ്റ് നെറ്റ്വർക്ക്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഇത്രയേ ഉള്ളൂ. വാട്ട് യു മീൻ ബൈ ഫോർവേഡ് നെറ്റ്വർക്ക് ആൻഡ് ഫീഡ്ബാക്ക് നെറ്റ്വർക്ക്? ഫോർവേഡ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ സിംപ്ലി എങ്ങനെ പറയുന്നത് വെച്ചാൽ വൺ ആഫ്റ്റർ അനദർ, അതായത് ഒന്നിൻ്റെ ഔട്ട്പുട്ട് ആയിരിക്കില്ല അടുത്തതിൻ്റെ ഇൻപുട്ട്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഫീഡ്ബാക്ക് എന്താ വരിക? ഔട്ട്പുട്ട്, അതായത് രണ്ടാമത്തെ ലെയറിൻ്റെ ഔട്ട്പുട്ട് ആയിരിക്കും മേ ബി എന്തായിരിക്കും ഒന്നാമത്തെ ലെയറിൻ്റെ ഇൻപുട്ട് ആവാം. അതാണ് ഫീഡ്ബാക്ക്. അതാണ് ഫീഡ്ബാക്കും ഫീഡ് ഫോർവേഡും തമ്മിലുള്ള ഡിഫറൻസ്. രണ്ടും ഓപ്പോസിറ്റാണ്, ഫീഡ് ഫോർവേഡും ഫീഡ്ബാക്കും. ഓക്കെ, സോ ഫസ്റ്റ് സ്ട്രക്ചർ നോക്കാം. ഇനി എന്താ ലെയർ എന്ന് പറയേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. നമ്മൾ ഓൾറെഡി ഇൻപുട്ട് ലെയർ ഔട്ട്പുട്ട് ലെയറും തന്നെ പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും പറയാം. A layer is formed by taking a processing element and combining it with the 2 other processing element. എന്താണ് a layer is formed by? എങ്ങനെ ലെയർ ഫോം ചെയ്യുന്നത്? found by taking a processing element നമ്മളുടെ ഇൻപുട്ട് processing element, connection element. A layer is formed by taking processing element and combining it with 2 other processing element ആയിട്ട് interconnect ചെയ്യുമ്പോൾ ലെയർ ഫോം ചെയ്യും. ഓക്കെ, a layer implies a stage is that input stage and output stage are linked with each other. അതാണ് ഇൻപുട്ട് ലെയറും ഔട്ട്പുട്ട് ലെയറും. ഓക്കെ, സോ ഫസ്റ്റ് വൺ സിംഗിൾ ലെയർ ഫീഡ് ഫോർവേഡ് നെറ്റ്വർക്ക്. അതിൻ്റെ സ്ട്രക്ചറാണ് ആ ഫിഗറിൽ കാണിക്കുന്നത്. ശ്രദ്ധിക്കുക, ഇവിടെ 2 ലെയറാണ് ഉണ്ടാവുക. വി ഹാവ് എ ഇൻപുട്ട് ലെയർ ആൻഡ് വി ഹാവ് എ ഔട്ട്പുട്ട് ലെയർ. ഓക്കെ, എ ലെയർ ഓഫ് പ്രോസസ്സിംഗ് നോഡ് ഈസ് ഫോം. ദി ഇൻപുട്ട് ക്യാൻ ബി കണക്റ്റഡ് ടു ദീസ് നോഡ്സ് വിത്ത് വാരിയസ് വെയ്റ്റ്സ്. അതായത് ഇൻപുട്ട്സ് ആർ കണക്റ്റഡ് വിത്ത് വെയ്റ്റ്സ്. അതാണ് W11, W21, W12, W22, ഇതൊക്കെ വെയ്റ്റ്സ് ആണ്. ഓക്കെ, so the input can be connected to these nodes with various weights, resulting in a series of output, one per node. അതാണ് ഇമ്പോർട്ടൻറ്റ്, ശ്രദ്ധിക്കാം. നോഡ് വിത്ത് വാരിയസ് വെയ്റ്റ്സ് റിസൾട്ടിങ് ഇൻ എ സീരീസ് ഓഫ് ഔട്ട്പുട്ട്, 1 per node. ഒന്നിന് ഒരു ഇൻപുട്ട് ലെയറിന് അടുത്ത ഔട്ട്പുട്ട് ലെയർ കറസ്പോണ്ടിങ് ലെയർ ഉണ്ടായിരിക്കണം. X1ന് Y1 ഉണ്ടായിരിക്കണം, X2ന് Y2 ഉണ്ടായിരിക്കണം, Xnന് Yn ഉണ്ടായിരിക്കണം. ഓക്കെ, and another point is every input neuron is connected to every output neuron. എല്ലാ ഇൻപുട്ട് ന്യൂറോണും എല്ലാ ഔട്ട്പുട്ട് ന്യൂറോണായിട്ട് കണക്റ്റഡ് ആയിരിക്കണം. ഇതാണ് സിംഗിൾ ലെയർ ഫീഡ് ഫോർവേഡ് നെറ്റ്വർക്ക്. ഫിഗറിനകത്തുണ്ട്, മനസ്സിലായല്ലോ? ഇത്രയുള്ള പോയിന്റ്. വി ഹാവ് ഇൻപുട്ട് ലെയർ, വി ഹാവ് ഔട്ട്പുട്ട് ലെയർ. അതായത് കറസ്പോണ്ടിങ് ഒരു ഇൻപുട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ലെയർ ഉണ്ടായിരിക്കണം. പിന്നെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഓരോ ഇൻപുട്ട് ലെയറും അടുത്ത ഔട്ട്പുട്ട് ലെയറുമായിട്ട് കണക്ട് ചെയ്തിരിക്കണം. ഓക്കെ, മനസ്സിലായില്ലേ? X1 ആണെങ്കിൽ Y1ഉം Y2 ഏതുവരെ ഔട്ട്പുട്ട് ലെയറുണ്ടോ അതുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം. X2 ബാക്കി എല്ലാ ഔട്ട്പുട്ട് ലെയറുമായിട്ട് എന്ത് ചെയ്യണം? കണക്റ്റഡ് ആയിരിക്കണം. ഇതാണ് ഫസ്റ്റ് വൺ, സിംഗിൾ ലെയർ ഫീഡ് ഫോർവേഡ് നെറ്റ്വർക്ക്. ആൻഡ് ദി സെക്കൻഡ് വൺ ഈസ് മൾട്ടി ലെയർ ഫീഡ് ഫോർവേഡ് നെറ്റ്വർക്ക്. ഫിഗറിനകത്തുണ്ട്, ഫിഗർ ശ്രദ്ധിക്കുക. ഇതാണ് മൾട്ടി ലെയർ ഫീഡ് ഫോർവേഡ് നെറ്റ്വർക്ക്. ഓക്കെ, ഇവിടെ എന്താണെന്ന് വെച്ചാൽ 2 ഇൻപുട്ട് ലെയർ ഔട്ട്പുട്ട് ലെയർ മാത്രമല്ല ഉണ്ടാവുക, അതിൻ്റെ ഇടയ്ക്ക് ഹിഡൻ ലെയേഴ്സ് ഉണ്ടാവും. ഓക്കെ, അതായത് ഇൻപുട്ട് ലെയറും ഔട്ട്പുട്ട് ലെയറും അല്ലാത്ത എത്ര നോഡ്സ് ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ കണക്ട് ചെയ്തിട്ടുണ്ടോ അതെല്ലാം അതിനൊക്കെ നമ്മൾ പറയുന്ന പേരെന്താണ്? ഹിഡൻ ലെയേഴ്സ് എന്നാണ്. ഓക്കെ, അതായത് ഇൻപുട്ടും ഔട്ട്പുട്ടും അല്ലാത്ത എല്ലാ ലെയേഴ്സിനെയും നമ്മൾ എന്താ പറയുക? ഔട്ട്പുട്ട് ലെയേഴ്സ് എന്നാണ് പറയാം. ഓക്കെ, സ്ട്രക്ചർ കണ്ടു. സോ വി ഹാവ് ഇൻപുട്ട് ലെയർ, ഇൻപുട്ട് ന്യൂറോൺസ് ഉണ്ട്, വെയിറ്റ് ഉണ്ട്. അതിന് അതായത് ഞാൻ പറഞ്ഞു ഔട്ടും ഇന്നും അല്ലാത്ത എല്ലാം ഹിഡൻ ലെയേഴ്സാണ്. ഓക്കെ, മേ ബി 0 ലെയർ ഉണ്ടാവും. 0 ലെയർ ഇപ്പോൾ കാണിച്ചിട്ടില്ല, ഇത് മനസ്സിലാകുമ്പോൾ കൺഫ്യൂഷൻ ആവും, അത് വേണ്ട. ഓക്കെ, സോ ദാറ്റ് ഈസ് ഫോംഡ് ബൈ interconnections of several layers. The input layer receives the input and buffering the input signal. The output layer generates the output of the neuron. നമുക്ക് അറിയുന്ന കാര്യം. അത് ഇൻപുട്ട് ലെയർ എന്താ ചെയ്യുക? ഇൻപുട്ട് നമ്മുടെ ഇൻപുട്ട് വെയിറ്റും വെച്ച് റിസീവ് ചെയ്തിട്ട് ബഫർ എന്ത് ചെയ്യും? നെക്സ്റ്റ് ഇതിലേക്ക് കൊടുക്കും. ഔട്ട്പുട്ട് എന്ത് ചെയ്യും? ഔട്ട്പുട്ട് ലെയർ ജനറേറ്റ്സ് ഔട്ട്പുട്ട് ഓഫ് ദി നെറ്റ്വർക്ക്. നെറ്റ്വർക്കിൻ്റെ ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യാം. എനി ലെയർ ഇൻ ബിറ്റ്വീൻ ദി ഇൻപുട്ട് ലെയർ ആൻഡ് ദി ഔട്ട്പുട്ട് ലെയർ ഈസ് കോൾഡ് ഹിഡൻ ലെയർ. അതായത് ഔട്ട്പുട്ടും ഇൻപുട്ട് ലെയറും അല്ലാത്ത ഏത് ലെയറിനെ നമ്മൾ പറയുന്ന പേര് ഹിഡൻ ലെയർ എന്നാണ്. ഓക്കെ, ദിസ് മേ ബി 0, അതിന് 1 അല്ലെങ്കിൽ 0, 1, 2 എത്ര ലെയർ വേണമെങ്കിലും വരാം. ഓക്കെ, അതായത് ലെയർ കൂടുന്നതനുസരിച്ച് നെറ്റ്വർക്കിൻ്റെ കോംപ്ലക്സിറ്റി കൂടും. ഓക്കെ, സോ ആ ഫീഡ് ഫോർവേഡ് നെറ്റ്വർക്കിൻ്റെ മീനിങ് ആണ് ഇപ്പോൾ നെക്സ്റ്റ് ആ നോട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഒന്നുമില്ല, എന്താണ്?
ഒന്നിൻ്റെ ഔട്ട്പുട്ട് ആയിരിക്കില്ല എന്ത് ഫീഡ് ഫോർവേഡിൽ അടുത്തതിൻ്റെ ഇൻപുട്ട്. ഫീഡ്ബാക്ക് അങ്ങനെയല്ല, ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ ഒന്നിൻ്റെ ഔട്ട്പുട്ട് ആയിരിക്കും അടുത്ത ലെയറിൻ്റെ ഇൻപുട്ട്. ഓക്കെ, കൺഫ്യൂസ്ഡ് ആകരുത്. സോ അതാണ് സ്ട്രക്ചർ. ഇതിൽ ഇങ്ങനെയാണ് വരുന്നത് ഫീഡ് ഫോർവേഡ് നെറ്റ്വർക്ക്. ഔട്ട്പുട്ട് ക്യാൻ ബി ഡയറക്റ്റ്, അത് നമ്മുടെ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് എന്താണെന്ന് പറഞ്ഞതാണ്. ഓക്കെ, ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. മൾട്ടി ലെയർ ഫീഡ്ബാക്ക്, അതായത് ഇൻപുട്ട് ലെയർ ഉണ്ടാവും, ഔട്ട്പുട്ട് ലെയർ ഉണ്ടാവും. അതിലല്ലാത്ത ലെയേഴ്സിൻ്റെയൊക്കെ നമ്മൾ എന്താ പറയുക, ഹിഡൻ ലെയേഴ്സ് എന്ന് പറയും. സോ ഇൻപുട്ട് ലെയറിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ലെയർ വിത്ത് വെയിറ്റ് വെച്ചിട്ട് എന്ത് ചെയ്യും, ബഫർ ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഹിഡൻ ലെയേഴ്സ് പ്രോസസ്സ് ചെയ്യും. എന്നിട്ട് ഔട്ട്പുട്ട് ലെയർക്ക് കൊടുക്കും. ഔട്ട്പുട്ട് ലെയർ എന്ത് ചെയ്യും, ഔട്ട്പുട്ട് കൊടുക്കും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ രണ്ടാമത്തത്. ഓക്കെ, മൾട്ടി ലെയർ ഫീഡ് ഫോർവേഡ്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് സിംഗിൾ നോഡ് വിത്ത് ഇറ്റ്സ് ഓൺ ഫീഡ്ബാക്ക്. ഫിഗറിന് തന്നെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് സിംഗിൾ നോഡ് വിത്ത് ഇറ്റ്സ് ഓൺ ഫീഡ്ബാക്ക്. അതായത് ഒരൊറ്റ ഇതേ ഉണ്ടാവുള്ളൂ, നോഡ് ഒന്നേ ഉണ്ടാവുള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യും, അതിന് കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് എടുത്തിട്ട് നേരെ അതിൻ്റെ ഇൻപുട്ട് തന്നെ ഫീഡ്ബാക്ക് വരും. ഓക്കെ, മനസ്സിലാവുന്നുണ്ടാവും. സിംഗിൾ നോഡാണ് ഉണ്ടാവുക, അതിൻ്റെ ഫീഡ്ബാക്ക് അതിന് എന്ത് കറസ്പോണ്ടിങ് വെയിറ്റ് വെച്ചിട്ട് കിട്ടുന്ന ഔട്ട്പുട്ട് എന്താണോ അതായിരിക്കും അതിൻ്റെ അടുത്ത ഇൻപുട്ട്. ഓക്കെ, ഇനി അടുത്ത സിംഗിൾ ലെയർ റിക്കറൻറ്റ് നെറ്റ്വർക്ക്. അങ്ങനെ സിംഗിൾ ലെയർ റിക്കറൻറ്റ് നെറ്റ്വർക്ക് ശ്രദ്ധിക്കാം. ഇവിടെ ഹിയർ എ പ്രോസസ്സിംഗ് എലമെൻറ്റ്സ് ഔട്ട്പുട്ട് ക്യാൻ ബി ഡയറക്റ്റഡ് ബാക്ക് ടു ദി പ്രോസസ്സിംഗ് എലമെൻറ്റ് ഇറ്റ് സെൽഫ് ഓർ ടു ദി അതർ പ്രോസസ്സിംഗ് എലമെൻറ്റ്സ് ഓർ ടു ബോത്ത്. ദാറ്റ് മീൻസ് ഒരു ലെയർ ഉണ്ടാവില്ല, ദി പ്രോസസ്സിംഗ് എലമെൻറ്റ് അതായത് ഔട്ട്പുട്ട് എന്ന് പറയുന്ന സാധനം ദാറ്റ് ക്യാൻ ബി ഡയറക്റ്റഡ് ബാക്ക്, അതായത് അത് അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് തിരിച്ച് ഇങ്ങോട്ട് വരും. ഒന്നെങ്കിൽ അതേ ഇൻപുട്ടിലേക്ക് വരും, അല്ലെങ്കിൽ അതേ ഇതിലേക്ക് തന്നെ വരും. ഓക്കെ, ഡയറക്റ്റഡ് ബാക്ക് ടു ദി പ്രോസസ്സിംഗ് എലമെൻറ്റ്, അതേ പ്രോസസ്സിംഗ് എലമെൻറ്റിലോട്ട് വരും, അല്ലെങ്കിൽ അടുത്ത ഇതിലേക്ക് വരും. അതിനാണ് നിങ്ങൾ സിംഗിൾ ലെയർ റിക്കറൻറ്റ് എന്ന് പറഞ്ഞാൽ റിക്കറൻറ്റ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിൻ്റെ സ്ട്രക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ടാവും. സിംഗിൾ ലെയർ റിക്കറൻറ്റ്, ഇത് സിംഗിൾ ലെയർ ആണുള്ളത്. ഇതിനകത്ത് അതിൻ്റെ ഔട്ട്പുട്ട് തന്നെ ഉണ്ടാവും, y1 തന്നെ തിരിച്ചു വന്നിട്ട് y1 ഒന്നെങ്കിൽ, അതായത് ഇപ്പോൾ y1 വരുന്ന പോയിൻ്റ് ഇത്രയുള്ളൂ. ഇപ്പോൾ y1 എന്ന് പറയുന്നത് ഒരു ലെയറല്ലേ ഉള്ളൂ. y1 ഔട്ട്പുട്ട് ഒന്നെങ്കിൽ സെയിം ഇതിലേക്ക് തന്നെ വരിക, അതായത് y1 തന്നെ വരും, അല്ലെങ്കിൽ അടുത്ത ആ ലെയറിലുള്ള അടുത്ത y2 y3 അതിലേക്കൊക്കെ എന്ത് ചെയ്യാം, ഇതിൻ്റെ റിസൾട്ട് എന്ത് ചെയ്യും, തിരിച്ചു. ഓക്കെ, ഇനി അടുത്തെന്ന് പറയുന്നത് ഇതിൻ്റെ നേരെ കുറച്ചും കൂടി ഇതായിട്ടുള്ളത് എന്താണ്, മൾട്ടി ലെയർ റിക്കറൻറ്റ് നെറ്റ്വർക്ക്. അത് നിങ്ങൾക്കറിയാം, മൾട്ടി ലെയർ റിക്കറൻറ്റ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ അതായത് ഇപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് ലെയറിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ലെയറിൻ്റെ ഫീഡ്ബാക്ക്, അതിൻ്റെ നമ്മുടെ ഔട്ട്പുട്ട് തൊട്ട ബാക്കിലുള്ള ലെയറിൻ്റെ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഹിഡൻ ലെയറിൻ്റെ തൊട്ട ബാക്കിലേക്ക് എന്ന് പറയുമ്പോൾ തൊട്ട ഏതെങ്കിലും പ്രൊസീഡിങ് എലമെൻറ്റ് അല്ലെങ്കിൽ തൊട്ട ബാക്കത്തെ ഏതാണോ, തൊട്ട് മുൻപുള്ള ഏത് ലെയറാണോ അതിലോട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ ഫീഡ്ബാക്ക് അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് പോകും. അതിനാണ് നമ്മൾ മൾട്ടി ലെയർ റിക്കറൻറ്റ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അതിനകത്ത് എഴുതിയിട്ടുണ്ട് പ്രോസസ്സിംഗ് എലമെൻറ്റ് ഔട്ട്പുട്ട് ക്യാൻ ബി ഡയറക്റ്റഡ് ബാക്ക് ടു ദി നോഡ്സ് ഇൻ എ പ്രൊസീഡിങ്, അതായത് തൊട്ട് ബാക്കിലുള്ള പ്രൊസീഡിങ് ലെയറിലോട്ട് പോവാം. ഇൻ ദിസ് നെറ്റ്വർക്ക്സ് പ്രോസസ്സിംഗ് എലമെൻറ്റ് ഔട്ട്പുട്ട് ക്യാൻ ബി ഡയറക്റ്റഡ് ബാക്ക് ടു ദി പ്രോസസ്സിംഗ് എലമെൻറ്റ് ഇറ്റ് സെൽഫ്, ഒന്നെങ്കിൽ ഇറ്റ് സെൽഫ് ആൻഡ് ടു അതർ പ്രോസസ്സിംഗ് എലമെൻറ്റ്സ് ഇൻ ദി സെയിം ലെയർ, ഒരേ ലെയറിലുള്ള. ഓക്കെ, ഇപ്പോൾ രണ്ട് ഓപ്ഷൻ ഇതുള്ള. ഇതിനെന്താണ് മൾട്ടി ലെയർ ആകുമ്പോൾ ഔട്ട്പുട്ട് ലെയറിൻ്റെ റിസൾട്ട് മേ ബി ഡയറക്റ്റഡ് ബാക്ക് ടു ദി പ്രൊസീഡിങ് ലെയർ ഓർ ടു ഇറ്റ് സെൽഫ്. ഓക്കെ, ഇതാണ് നമ്മൾ എന്ത് പറയുന്നത്, മൾട്ടി ലെയർ റിക്കറൻറ്റ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും സാധനങ്ങളാണ് നമ്മളുടെ ഓരോ എങ്ങനെയാണ് ANNൻ്റെ അതായത് ഇൻ്റർ കണക്ഷൻസ് സ്ട്രക്ചർ 5 രീതിയിൽ ഇപ്പോൾ നമ്മൾ സിംഗിൾ ലെയർ, മൾട്ടി ലെയർ, 2 ഫീഡ് ഫോർവേഡ് നെറ്റ്വർക്ക്, അതായത് ഫീഡ്ബാക്ക് ഇല്ലാത്തത്, നെക്സ്റ്റ് സിംഗിൾ നോഡ് വിത്ത് ഇറ്റ്സ് ഓൺ ഫീഡ്ബാക്ക്, പിന്നെ സിംഗിൾ ലെയർ റിക്കറൻറ്റ് നെറ്റ്വർക്ക്. റിക്കറൻറ്റ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഫീഡ്ബാക്ക് തന്നെയാണ് കേട്ടോ. അതിൻ്റെ റിസൾട്ട് എന്ത് ചെയ്യും, അടുത്ത അതായത് മുന്നത്തെ എല്ലാ എന്തിലേക്ക് കൊടുക്കുക, തൊട്ട് മുന്നത്തെ ലെയർക്ക് കൊടുക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സിംഗിൾ ലെയർ, മൾട്ടി ലെയർ, ഇങ്ങനെ 5 എണ്ണമാണ് നമ്മളുടെ ഏത് ഇൻ്റർ കണക്ഷൻസ് ഉള്ളത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് എന്താ പറഞ്ഞാൽ നമ്മൾ ട്രെയിനിങ് ഓർ ലേണിംഗ് റൂൾസ് അല്ലേ. ശ്രദ്ധിക്കുക, നെക്സ്റ്റ് ലേണിംഗ് എന്തിനാന്ന് നോക്കാം. മെയിൻ പ്രോപ്പർട്ടി ഓഫ് ANN ഈസ് capability to learn. ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്താണ്, ANNൻ്റെ ലേണിംഗ് ആണ് അല്ലേ. capability to learn, എങ്ങനെയാണ് ആ നെറ്റ്വർക്കിനെ പഠിപ്പിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള റിസൾട്ടിലേക്ക് മാറ്റുക, അത് ലേൺ ചെയ്യുന്നത് എങ്ങനെയാണ് നെറ്റ്വർക്ക്. ഓക്കെ, 2 കൈൻഡ്സ് ഓഫ് ലേണിംഗ് ആണ് നമുക്കുള്ളത്. ഒന്ന്
പാരാമീറ്റർ ലേണിങ്ങും രണ്ടാമത്തത് സ്ട്രക്ചറൽ ലേണിംഗ്. ഓക്കെ, പാരാമീറ്റർ ലേണിങ്ങിൽ നമ്മൾ കണക്ട് ചെയ്ത വെയിറ്റ് അപ്ഡേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ നെറ്റ്വർക്കിനെ ലേൺ ചെയ്യിക്കുന്നത് അല്ലെങ്കിൽ ട്രെയിൻ ചെയ്യിക്കുന്നത്. ഓക്കെ, സ്ട്രക്ചറൽ ലേണിംഗ് എന്ന് പറഞ്ഞാൽ that is focus on the structure of the network. that means number of interconnections കൂടുകയെ അല്ലെങ്കിൽ എത്രയാണ് അല്ലെങ്കിൽ ടൈപ്സ് എങ്ങനെയൊക്കെയാണ് അതൊക്കെയാണ് നമ്മൾ സ്ട്രക്ചറൽ ലേണിങ്ങിൽ നോക്കുന്നത്. ഓക്കെ, അതാണ് ഫോക്കസ് ഓൺ ദി ചേഞ്ചസ് ഇൻ ദി നെറ്റ്വർക്ക് സ്ട്രക്ചർ. ഓക്കെ, ഇതിൻ്റെ രണ്ട് രീതിയിലാണ് ഉള്ളത്, പാരാമീറ്റർ ലേണിങ്ങും സ്ട്രക്ചറൽ ലേണിങ്ങും. ക്ലിയർ? ഇനി നമ്മൾ നോക്കാൻ പോകുന്ന 3 രീതിയിലുള്ള 3 കാറ്റഗറീസ് ഉണ്ട് എന്തിന് ലേണിംഗ് പ്രോസസ്സിന്. ഒന്ന് സൂപ്പർവൈസ്ഡ് ലേണിംഗ് ആണ്, രണ്ടാമത്തെ അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് ആണ്, മൂന്നാമത്തത് റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ്. ഇങ്ങനത്തെ 3 രീതിയിലാണ് നമ്മൾ നെറ്റ്വർക്കിനെ ലേൺ ചെയ്യിക്കുന്നത്. ഓക്കെ, അതെങ്ങനെയാണെന്ന് നോക്കാം. ബേസിക്കലി 2 ടൈപ്പാണുള്ളത്, പാരാമീറ്റർ ലേണിങ്ങും രണ്ടാമത്തെ സ്ട്രക്ചറൽ ലേണിംഗ്. പാരാമീറ്റർ ലേണിംഗ് എന്ന് പറഞ്ഞാൽ ദർ അപ്ഡേറ്റ്സ് ഈ കണക്റ്റിംഗ് വെയ്റ്റ്സ് അപ്ഡേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ നെറ്റ്വർക്കിനെ ലേൺ ചെയ്യിക്കുന്നത്. രണ്ടാമത്തെന്ന് പറയുന്നത് സ്ട്രക്ചറൽ ചേഞ്ചസിനെ നമ്മൾ ലേൺ ചെയ്യിക്കുക, അതായത് അതിൻ്റെ നമ്പർ ഓഫ് നോഡ്സ് അല്ലെങ്കിൽ ഇൻ്റർ കണക്ഷൻസ് അതൊക്കെ ചേഞ്ചസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് വൺ. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറഞ്ഞു ലേണിംഗ് 3 കാറ്റഗറിയാണ്, 3 രീതിയിലാണ് ലേണിംഗ് ഇതുള്ളത്. സൂപ്പർവൈസ്ഡ് ലേണിങ്ങും അൺസൂപ്പർവൈസ്ഡ് ലേണിങ്ങും റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ്. ഓക്കെ, ദി ഫസ്റ്റ് വൺ സൂപ്പർവൈസ്ഡ് ലേണിംഗ്. ശ്രദ്ധിക്കുക, ഹിയർ ഈച്ച് ഇൻപുട്ട് വെക്റ്റർ ഈസ് റിക്വയർഡ് എ കറസ്പോണ്ടിങ് ടാർഗറ്റ് വെക്റ്റർ is that the desired output. The input vector along with the target vector is called training pair. ഒന്നുമില്ല, സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയുന്ന സംഭവം ചെയ്യുന്ന സമയത്ത് നമ്മളുടെ കറസ്പോണ്ടിങ് ഇൻപുട്ട് കൊടുത്താൽ നമുക്ക് എന്ത് ഔട്ട്പുട്ടാണോ കിട്ടേണ്ടത് അത് നമ്മൾ ഓൾറെഡി ചെയ്തു വയ്ക്കും. അതായത് ആ ട്രെയിനിങ് പെയർസ് നമുക്ക് ഓൾറെഡി ഉണ്ടാവും. അതായത് ഇന്ന ഇൻപുട്ട് കൊടുത്താൽ ഇന്ന ഔട്ട്പുട്ട് കിട്ടണം എന്നുള്ള സാധനം. ഓക്കെ, ഇന്ന ഔട്ട്പുട്ട് കൊടുത്താൽ ഇന്ന ഔട്ട്പുട്ട് കിട്ടണം, അതാണ് ട്രെയിനിങ് പെയർസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇതിൽ ചെയ്യുന്നത്. ഡ്യൂറിങ് ദി ട്രെയിനിങ് ദി ഇൻപുട്ട് വെക്റ്റർ ഈസ് പ്രസൻറ്റഡ് ടു ദി നെറ്റ്വർക്ക്. നമ്മളുടെ ഇൻപുട്ട് വെക്റ്റർ പ്രസൻറ്റ് ചെയ്തു, അതായത് ഇൻപുട്ട് വെക്റ്റർ അപ്ലൈ ചെയ്ത് നമ്മുടെ നെറ്റ്വർക്കിലോട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വിച്ച് റിസൾട്ട്സ് ഇൻ അത് കറസ്പോണ്ടിങ്, അതായത് നമുക്ക് ഇൻപുട്ട് കൊടുക്കുന്ന ഇൻപുട്ട് വെക്റ്ററും ഉണ്ട്, നമ്മൾ ഡിസയർ ചെയ്യുന്ന ഔട്ട്പുട്ട് വെക്റ്ററും ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഈ ഇൻപുട്ട് വെക്റ്റർ നമ്മളുടെ നെറ്റ്വർക്കിൽ അപ്ലൈ ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് റിസൾട്ട് വരുമല്ലോ, ഒറിജിനൽ റിസൾട്ട്. അതായത് കൊടുത്തു കഴിഞ്ഞാലുള്ള ഡിസൈഡ് അല്ല, ഒറിജിനൽ റിസൾട്ട് വരുമല്ലോ. ആ റിസൾട്ട് അപ്പോൾ നമ്മളുടെ കയ്യിൽ ഇൻപുട്ട് വെക്റ്റർ ഉണ്ട്, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന വെക്റ്റർ ഉണ്ട്, അതാണ് ട്രെയിനിങ് പെയർസ് എന്ന് പറയുന്നത്. എന്നിട്ട് ഇൻപുട്ട് വെക്റ്റർ അപ്ലൈ ചെയ്യുമ്പോൾ ആ നെറ്റ്വർക്കിൽ കിട്ടുന്ന ഔട്ട്പുട്ട് അത് ഇപ്പോൾ 2 ഔട്ട്പുട്ട് ഉണ്ട്. സോ എന്താ ചെയ്യുന്നത് വെച്ചാൽ വി ആർ കമ്പയറിങ് ദീസ് ടു ഒറിജിനൽ ഔട്ട്പുട്ട് ആൻഡ് ടാർഗറ്റ് ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് വെക്റ്റർ. ഇത് രണ്ടിലും എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെന്നുണ്ടെങ്കിൽ വി ആർ അഡ്ജസ്റ്റിങ് അല്ലെങ്കിൽ നമ്മുടെ വെയിറ്റ് ഇല്ലേ, നമ്മൾ തന്നിരിക്കുന്ന വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഡിസയർ ചെയ്ത ഔട്ട്പുട്ടിലോട്ട് എത്തിക്കും. അതാണ് സൂപ്പർവൈസ്ഡ് ലേണിംഗ്. മനസ്സിലായോ? ഓക്കെ, ഒന്നുമില്ല, ന്യൂറൽ നെറ്റ്വർക്ക് ഫിഗർ നോക്കാം. ന്യൂറൽ നെറ്റ്വർക്ക് ഉണ്ടാവും, നമ്മുടെ കറസ്പോണ്ടിങ് ഇൻപുട്ട് വെക്റ്ററും ഔട്ട്പുട്ട് വെക്റ്ററും ഉണ്ടാവും. ഇൻപുട്ട് വെക്റ്ററിന് നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് ആണ് ഔട്ട്പുട്ട് വെക്റ്റർ എന്ന് പറയുന്നത്, ആ ടാർഗറ്റ് വെക്റ്റർ എന്ന് പറയും. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇൻപുട്ട് വെക്റ്റർ നമ്മുടെ ANNൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒറിജിനൽ കിട്ടുന്ന ഔട്ട്പുട്ടും ടാർഗറ്റും നമ്മൾ കമ്പയർ ചെയ്യും. എന്നിട്ട് അതിലെന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മുടെ വെയ്റ്റ്സ്, നമ്മുടെ ഇൻപുട്ടിൽ കൊടുക്കുന്ന വെയ്റ്റ്സ് ഇല്ല, വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മളുടെ ഡിസയർ ചെയ്ത ഔട്ട്പുട്ടിലോട്ട് മാറ്റും. ഓക്കെ, അതാണ് സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ? ഫിഗർ ശ്രദ്ധിക്കുക. ന്യൂറൽ നെറ്റ്വർക്ക് ഇൻപുട്ട് കൊടുത്തു, എറർ ഉണ്ടോ നോക്കുക. എറർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനാണ് എറർ സിഗ്നൽ ജനറേറ്റർ ഉണ്ടോ. ഓക്കെ, ഡിസൈഡ് ഔട്ട്പുട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ആക്ച്വൽ ഔട്ട്പുട്ടാണ്. ഈ ഡിസൈഡ് ഔട്ട്പുട്ട് ഒന്നും കൂടി കമ്പയർ ചെയ്യും. എറർ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മുടെ കറസ്പോണ്ടിങ് വെയിറ്റ് ഉണ്ടാവുമല്ലോ, ഓരോ ഇൻപുട്ട് കൊടുക്കുമ്പോഴുള്ള ഇല്ലേ, വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ഒറിജിനൽ റിസൾട്ട് വരും. എങ്ങനെ റിസൾട്ട് വരിക വെച്ചാൽ നമുക്ക് ആ ഇക്വേഷൻ ഓർമ്മ കേട്ടോ. ഈ ANNലേക്ക് അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ സ്മോൾ x1 W1 പ്ലസ് സ്മോൾ x2 W2 പ്ലസ് അപ് ടു എത്ര എണ്ണം ഉണ്ടോ അത്രേൻ്റെയും കൂടിയും ചെയ്ത സമ്മേഷനാണ് ഇതിൻ്റെ റിസൾട്ട്. ഒരു എക്സാമ്പിൾ പറയാം. ആ സെയിം പോയിൻ്റ് നമ്മൾ ഉദ്ദേശിച്ച പോയിൻ്റ് 8 ആണെന്ന് വിചാരിക്കുക. 0.8 ആണ് നമുക്ക് കിട്ടുക ഒറിജിനൽ അല്ല, ടാർഗറ്റ് 0.8 ആണോ എങ്കിൽ ഇപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് കിട്ടില്ലേ, അത് ഒറിജിനൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് 0.8 കിട്ടണില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ ആ വെയിറ്റ് W ചേഞ്ച് ചെയ്യണം, അഡ്ജസ്റ്റ് ചെയ്യണം, എന്നിട്ട് ഈ 8ലേക്ക് എത്തിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്.
ക്ലിയർ? ഇതാണ് സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്. ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, എന്നിട്ട് ഞാൻ നെക്സ്റ്റ് വായിച്ചു തരാം. അതായത് സിമിലർ ടൈപ്പ് ഓഫ് ഇൻപുട്ട് വെക്റ്റേഴ്സിനെ ഗ്രൂപ്പ് ചെയ്യും. ഈ സിമിലർ ടൈപ്പ് ഓഫ് ഇൻപുട്ട് വെക്റ്റേഴ്സിനെ ഗ്രൂപ്പ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ട്രെയിനിങ് അല്ലെങ്കിൽ ട്രെയിൻ ഡാറ്റ സ്പെസിഫൈ ചെയ്യും. അതായത് ട്രെയിനിങ് പ്രോസസ്സിൽ നെറ്റ്വർക്ക് ഇൻപുട്ട് പാറ്റേൺ റിസീവ് ചെയ്യും ആൻഡ് ഓർഗനൈസ് ദിസ് പാറ്റേൺ ടു ഫോം എ ക്ലസ്റ്റേഴ്സ്. ക്ലസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ചെയ്യാന്നാണ്. ഒരേ ടൈപ്പ് ഓഫ് സാധനം ഉണ്ടെങ്കിൽ ഗ്രൂപ്പ് ചെയ്ത് വയ്ക്കും. ഓക്കെ, അപ്പോൾ പുതിയൊരു ഇൻപുട്ട് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ന്യൂറൽ നെറ്റ്വർക്ക് എന്ത് ചെയ്യും? അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് വരുമല്ലോ. ഓക്കെ, ഈ ഔട്ട്പുട്ട് ക്ലാസ്, അതായത് ന്യൂറൽ നെറ്റ്വർക്ക് ഒരു ഔട്ട്പുട്ട് റെസ്പോൺസ് കറസ്പോണ്ടിങ് ഇൻപുട്ട് പുതിയ ഇത് പാറ്റേൺ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടും. ഓക്കെ, എന്നിട്ട് പാറ്റേൺ ഏത് ക്ലാസ്സിലാണ്, ഇപ്പോൾ ക്ലാസ് എന്ന് ഉദ്ദേശിക്കുന്നത് ക്ലസ്റ്റേഴ്സാണ് കേട്ടോ. അതായത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലസ്റ്റേഴ്സ്, അതായത് ഒരേ ടൈപ്പുള്ള ഇൻപുട്ട് വെക്റ്റേഴ്സിനെ ഗ്രൂപ്പ് ചെയ്യും. എന്നിട്ട് ഓരോ ക്ലസ്റ്റർ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പിംഗ് ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ക്ലാസ് നെയിം ഒരു കൊടുക്കും. ഈ ക്ലാസ് നെയിമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പുതിയൊന്ന് വരുന്ന സമയത്ത് ഇതിന് ഔട്ട്പുട്ട് നോക്കും. എന്നിട്ട് അതിലുള്ള ക്ലാസ് ഏതാണ്, അതായത് ആ ഡിഫറെൻറ്റ് ക്ലാസ്സിൽ ഒരേ ടൈപ്പ് ഓഫ് സാധനം ക്ലസ്റ്റർ ഗ്രൂപ്പ് ചെയ്തില്ല, അതിലേത് ക്ലാസ്സിലാണെന്ന് ചെക്ക് ചെയ്യും. ഇൻ കേസ് ആ ഇതിലൊന്നും അല്ല, ഇത് മാച്ച് ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അതിന് പുതിയൊരു ക്ലാസ് ആക്കിയിട്ട് എന്ത് ചെയ്യും? കൺസിഡർ ചെയ്യും. ഓക്കെ, പുതിയൊരു ക്ലാസ് ആയിട്ട് ജനറേറ്റ് ചെയ്യും. അതാണ് എന്ത്? അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്. ഫിഗറിനകത്തുണ്ട് ഇൻപുട്ട് എക്സ് ANN W ആക്ച്വൽ ഇൻപുട്ട് നോക്കും. ഓക്കെ, അപ്പോൾ സൂപ്പർവൈസ്ഡ് ലേണിംഗ് സൂപ്പർവൈസ്ഡ് ലേണിംഗ് നോക്കും. ഇനി മൂന്നാമത്തെ എന്ന് പറയുന്നത് റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ് ആണ്. ഓക്കെ, റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിംഗിൽ സൂപ്പർവൈസ്ഡ് ലേണിംഗുമായിട്ട് സിമിലറാണ്. ഓക്കെ, ഇതിലെന്താണ് പ്രശ്നം വെച്ചാൽ, പ്രശ്നമല്ല, സൂപ്പർവൈസ്ഡ് ലേണിങ്ങിൽ നമ്മൾ കറക്റ്റ് ടാർഗറ്റ് ഔട്ട്പുട്ട് ആയിരിക്കും നമ്മളടുത്ത് ഉണ്ടാവും. ഇപ്പോൾ 8 എന്ന് പറഞ്ഞാൽ 0.8 എന്ന് പറഞ്ഞാൽ 0.8 തന്നെ ഉണ്ടാവും അല്ലേ? പക്ഷേ ചില കേസിൽ ഫുൾ ഇൻഫർമേഷൻ കിട്ടിക്കോണമെന്നില്ല ഇതിൻ്റെ ടാർഗറ്റിൻ്റെ. ഓക്കെ, അതാണ് ഇതിൽ പറയുന്നത്. അതെങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത് നോക്കാം. ഇൻ സൂപ്പർവൈസ്ഡ് ലേണിംഗ് ദി കറക്റ്റ് ടാർഗറ്റ് ഔട്ട്പുട്ട് വാല്യൂസ് ആർ നോൺ. നമുക്ക് അറിയാവുന്നതാണ് സൂപ്പർവൈസ്ഡ് ലേണിങ്ങിൽ കറക്റ്റ് ടാർഗറ്റ് വാല്യൂസ് നമുക്കറിയാം. ബട്ട് ഇൻ സം കേസസ് ലെസ് ഇൻഫർമേഷൻ മൈറ്റ് ബി അവൈലബിൾ. ചില കേസിൽ എന്താവും? ഫുൾ ഇൻഫർമേഷൻ കിട്ടിക്കോണമെന്നില്ല. സോ ഫോർ എക്സാമ്പിൾ പറയാം, ദി നെറ്റ്വർക്ക് മൈറ്റ് ബി ടോൾഡ് ദാറ്റ് ഇറ്റ്സ് ആക്ച്വൽ ഔട്ട്പുട്ട് ഈസ് 50% കറക്റ്റ്. അതായത് 50% കറക്റ്റ് ഉള്ളൂ. ഓക്കെ, അതായത് ഹിയർ ഓൺലി ക്രിട്ടിക് ഇൻഫർമേഷൻ ഈസ് അവൈലബിൾ. ക്രിട്ടിക്കായിട്ടുള്ള ഇൻഫർമേഷൻസ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ, കംപ്ലീറ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടിയിട്ടില്ല, 50% കിട്ടിയിട്ടുള്ളൂ. സോ ദാറ്റ് ഈസ് നോട്ട് ആൻ എക്സാക്ട് ഇൻഫർമേഷൻ. സോ ദ ലേണിംഗ് ബേസ്ഡ് ഓൺ ദിസ് ക്രിട്ടിക് ഇൻഫർമേഷൻ ഈസ് കോൾഡ് റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ്. അതായത് ഈ ക്രിട്ടിക് ഇൻഫർമേഷൻ വെച്ചിട്ട് ലേൺ ചെയ്യിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദ ഫീഡ്ബാക്ക് സെൻഡ് ഈസ് കോൾഡ് റീഇൻഫോഴ്സ്മെൻറ്റ് സിഗ്നൽ. ഇതിനെയാണ് നമ്മൾ ഈ പോകുന്ന റീഇൻഫോഴ്സ്മെൻറ്റ് ഫീഡ്ബാക്ക് സിഗ്നലിനെയാണ് നമ്മൾ എന്ത് പറയുക? റീഇൻഫോഴ്സ്മെൻറ്റ് സിഗ്നൽ എന്ന് പറയുന്നത്. ഓക്കെ, ഫിഗർ നോക്കുക, വായിച്ച് നോക്കുക. ഇതിൻ്റെ നോട്ട് ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റ് സെൻഡ് ചെയ്ത് തരും. മേക്ക് നോട്ട് പ്രിപ്പയർ ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് നമ്മളുടെ റീഇൻഫോഴ്സ്മെൻറ്റ് സിഗ്നൽ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവേഷൻ ഫംഗ്ഷനാണ്. ഇവിടെ നമ്മൾ ആക്ടിവേഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ കുറേ ടൈപ്പ് ഓഫ് ആക്ടിവേഷൻ ഫംഗ്ഷൻ ഉണ്ട്. ഇതിലാണ് നമ്മുടെ ഇത് വരിക കേട്ടോ, പ്രോബ്ലംസ് വരിക. കണ്ടോ, ഈ പ്രോബ്ലംസ് ഒക്കെ വരുന്നത് ഇതിൻ്റെ ബേസിലാണ്. ക്ലിയർ? ശ്രദ്ധിക്കുക. ഇനി ആക്ടിവേഷൻ ഫംഗ്ഷൻ ആണ് മൂന്നാമത്തെ. ആക്ടിവേഷൻ ഫംഗ്ഷൻ എന്താണെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ആക്ടിവേഷൻ ഫംഗ്ഷൻസ് ദി ഫംഗ്ഷൻസ് ദാറ്റ് ആർ അപ്ലൈഡ് ഓവർ ദി നെറ്റ്വർക്ക് ഇൻപുട്ട് അല്ലെങ്കിൽ ന്യൂറോൺ, അതായത് നമ്മൾ കൊടുക്കുന്ന നെറ്റ്വർക്ക് ഇൻപുട്ടിൽ നമ്മൾ ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുന്നതിനെയാണ് ആക്ടിവേഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ടു ഒബ്റ്റെയിൻ എഫിഷ്യൻറ്റ് ആൻഡ് എക്സാക്ട് ഔട്ട്പുട്ട് ദി ആക്ടിവേഷൻ ഫംഗ്ഷൻ ഈസ് അപ്ലൈഡ് ഓവർ ദി നെറ്റ്വർക്ക് ഇൻപുട്ട് ടു കാൽക്കുലേറ്റ് ദി ഔട്ട്പുട്ട് ഓഫ് ദി ANNൻ്റെ ഔട്ട്പുട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മളുടെ ഫംഗ്ഷൻ. ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ഈ ഫംഗ്ഷൻ നമ്മളുടെ നെറ്റ്വർക്ക് ഇൻപുട്ടിൽ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ ANNൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നത്. ഓക്കെ, സോ അതാണ് നമ്മൾ എന്ത് പറയുക? ആക്ടിവേഷൻ ഫംഗ്ഷൻ എന്ന് പറയുക. ദി ഫംഗ്ഷൻ ദാറ്റ് അപ്ലൈഡ് ഓവർ ദി നെറ്റ്വർക്ക് ഇൻപുട്ട് ടു കാൽക്കുലേറ്റ് ദി ഔട്ട്പുട്ട് ഓഫ് ANN ഈസ് കോൾഡ് ആക്ടിവേഷൻ ഫംഗ്ഷൻസ്. വി ഹാവ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആക്ടിവേഷൻ ഫംഗ്ഷൻസ്. ഓക്കെ, പറയാം. നെക്സ്റ്റ്, ദി ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ഓഫ്
പ്രോസസ്സിംഗ് എലമെൻറ്റ് ഹാസ് രണ്ട് പാർട്ടുണ്ട് നമുക്കറിയാം. ഒന്ന് ഇൻപുട്ട് ലെയർ, ഒന്ന് ഔട്ട്പുട്ട്. An integration function is associated with the input of a processing element. This function combines the activation and information from the an external source or other processing elements into the network. അതായത് നമ്മളുടെ ഡിഫറെൻറ്റ് ഇപ്പോൾ ഒരു ഇതെല്ലാം നമുക്ക് കാണുന്നുള്ളൂ. അങ്ങനെ ഒരുപാട് നെറ്റ്വർക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്തിട്ടാണ് ഉണ്ടാവുക. നമ്മളെ നമ്മുടെ ശരീരത്തിലെ ന്യൂറോണില്ലേ, അതേമാതിരി എല്ലാ ന്യൂറോണും ഇൻ്റർ കണക്റ്റഡ് അല്ലേ. ഓക്കെ, അപ്പോൾ മേ ബി ഒരു ന്യൂറോണിൻ്റെ ഔട്ട്പുട്ട് ആയിരിക്കും അടുത്ത ന്യൂറോണിൻ്റെ ഇൻപുട്ട്. ഓക്കെ, അപ്പോൾ ഇതെന്താ പറയുന്നത് വെച്ചാൽ ഈ ഫംഗ്ഷൻ നമ്മളുടെ ഇൻപുട്ടിൽ അല്ലെങ്കിൽ പുറത്തുനിന്ന് വരുന്ന സോഴ്സസ് ആയിരിക്കാം, അല്ലെങ്കിൽ പുതിയതായിരിക്കാം. ഇതിൻ്റെ ഇൻപുട്ടിനെയും വെയിറ്റും നമ്മൾ ഈ ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുമ്പോഴാണ് നമ്മുടെ കറണ്ട് നെറ്റ്വർക്കിൻ്റെ അല്ലെങ്കിൽ കറണ്ട് ഏജൻറ്റിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുക. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആക്ടിവേഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ആക്ടിവേഷൻ ഫംഗ്ഷൻസ് ഏതൊക്കെയാണെന്ന് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ, ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ. ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ ഇറ്റ്സ് എ ലീനിയർ ഫംഗ്ഷൻ ആൻഡ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ഓരോന്നിനും ഓരോ ഇതാണ് കേട്ടോ. എഫ് ഓഫ് എക്സ്, എക്സ് ഫോർ ഓൾ എക്സ്. ഓക്കെ, ഇറ്റ്സ് ലീനിയർ ഫംഗ്ഷനാണ് ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ബൈനറി സ്റ്റെപ്പ് ഫംഗ്ഷൻ ഉണ്ട് ഇതിനകത്ത്. ഇതിൽ വരുന്നത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 if x is greater than or equal to theta, otherwise 0 if x less than theta, where theta is threshold value used in a single layer network to convert the output in a binary. Binary convert ചെയ്യാൻ വേണ്ടി തീറ്റ എന്ന് പറയുന്ന ത്രെഷോൾഡ് വാല്യൂ ആണ്. ആ ത്രെഷോൾഡ് വാല്യൂ 1 ആണെങ്കിൽ, അതായത് 1 if x is greater than, x is greater than തീറ്റനേക്കാളും x greater than ആണെന്നുണ്ടെങ്കിൽ 1 ആയിരിക്കും എന്ത് എഫ് ഓഫ് എക്സ് ഉണ്ടാവുക. എക്സ് എന്ന് പറയുന്നത് ഇൻപുട്ട് ലെസ് ദാൻ തീറ്റ ആണെങ്കിൽ, ത്രെഷോൾഡ് വാല്യൂക്കാട്ട് ലെസ് ദാൻ ആണെന്നുണ്ടെങ്കിൽ ദി ഫംഗ്ഷൻ വിൽ ബി 0. ഓക്കെ, നെക്സ്റ്റ് ബൈനറി സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി എന്താണ് ബൈപ്പോളാർ. ബൈനറിയിൽ 0യും 1ഉം അല്ലേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ബൈനറിയിലാണെങ്കിൽ 0യും 1 ഉണ്ടാവുള്ളൂ. ഇനി ബൈപ്പോളാർ സ്റ്റെപ്പ് ഫംഗ്ഷൻ. ബൈപ്പോളാറിനകത്ത് 1 എപ്പോഴാണ് വരിക വെച്ചാൽ എക്സിൻ്റെ വാല്യൂ എന്ന്, സ്മോൾ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു തീറ്റ. ത്രെഷോൾഡ് വാല്യൂവിൻ്റെ ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ 1 വരും, ലെസ് ദാൻ ആണെങ്കിൽ എന്ത് ചെയ്യും, -1 വരും. ഓക്കെ, ബൈപ്പോളാറിൽ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് സിഗ്മോയിഡൽ ഫംഗ്ഷനാണ്. യൂസ്ഡ് ഇൻ ബാക്ക് പ്രൊപ്പഗേഷൻ നെറ്റ്വർക്സിലാണ്. ബാക്ക് പ്രൊപ്പഗേഷൻ നെറ്റ്വർക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അറിയില്ല. ഓക്കെ, ബാക്ക് പ്രൊപ്പഗേഷൻ നെറ്റ്വർക്കിലുള്ളതാണ് സിഗ്മോയിഡൽ. ഇത് 2 ടൈപ്പ് ഉണ്ട് സിഗ്മോയിഡിൽ. ബൈനറി സിഗ്മോയിഡ് ഫംഗ്ഷനും ഉണ്ട്, ബൈപ്പോളാർ സിഗ്മോയിഡൽ ഫംഗ്ഷനും ഉണ്ട്. ഓക്കെ, ബൈനറി സിഗ്മോയിഡൽ ഫംഗ്ഷൻ ഓൾസോ കാൾഡ് ലോജിസ്റ്റിക് സിഗ്മോയിഡൽ ഫംഗ്ഷൻ ഓർ യൂണിപോളാർ സിഗ്മോയിഡൽ ഫംഗ്ഷൻ. ദി എഫ് ഓഫ് എക്സ് ക്യാൻ ബി calculated by the equation 1 by 1 plus e raised to minus lambda x, where lambda is the steepness parameter. The derivation of the function is f dash of x is equal to lambda f of x into 1 minus f of x. കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ് എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്നത്. ലാംഡ തന്നിട്ടുണ്ടാവും. ആ ലാംഡ വെച്ചിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ ഫംഗ്ഷൻ കാണുന്നത് 1 by പ്രോബ്ലം വരാൻ ചാൻസ് ഉണ്ട് 1 divided by 1 plus e raised to minus lambda x. ഡയറക്റ്റ് ആയിരിക്കും വരും കേട്ടോ. അതിനൊന്നും യാതൊരു ടെൻഷനും അടിക്കേണ്ട. ഡയറക്റ്റ് നിങ്ങളോട് ചോദിക്കും ബൈനറി സിഗ്മോയിഡ് ഫംഗ്ഷൻ, ഹൗ ടു കാൽക്കുലേറ്റ് ബൈനറി സിഗ്മോയിഡ് ഫംഗ്ഷൻ ഫോർ ദി വാല്യൂ ലാംഡ ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് തരും, അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് തരും. ജസ്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് ബൈപ്പോളാർ ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2 by 1 plus e raised to minus lambda x minus 1 is equal to 1 minus e raised to minus lambda x divided by 1 plus e raised to minus lambda x. ഈ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്താൽ മതി. അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, എങ്ങനെ രീതിയിൽ വേണമെങ്കിലും കാണാം, 2 രീതിയിലും കാണാം. ഓക്കെ, ചോദിക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണാൻ ചോദിക്കുകയാണെങ്കിൽ ഈ ഇക്വേഷൻ, ജസ്റ്റ് എഫ് ഓഫ് എക്സ് മാത്രം കാണാൻ ചോദിച്ചാണെങ്കിൽ ആ ഇക്വേഷൻ. ഓക്കെ, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി കേട്ടോ. ഈ ഫസ്റ്റ് ഡെറിവേഷൻ കാണാൻ ചോദിച്ചാൽ എന്താ പ്രശ്നം വെച്ചാൽ ഇതിനകത്ത് എഫ് ഓഫ് എക്സ് ആദ്യം കാണണം, മനസ്സിലായോ? അതായത് ഇക്വേഷൻ ഒന്നും ലാംഡ എഫ് ഓഫ് എക്സ് ഇൻറ്റു 1 മൈനസ് എഫ് ഓഫ് എക്സ് എന്നല്ല കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, ആദ്യം എഫ് ഓഫ് എക്സ് ആണ്. എഫ് ഓഫ് എക്സ് എങ്ങനെ കാണാം, മുകളിലത്തെ ഇക്വേഷൻ വെച്ചിട്ട് 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഇ റേസ് ടു മൈനസ് ലാംഡ എക്സ് വെച്ചിട്ട് എന്ത് ചെയ്യണം, ആദ്യം ഫസ്റ്റത്തെ എഫ് ഓഫ് എക്സ് കാണണം, എന്നാലേ ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണാൻ പറ്റുള്ളൂ. ഓക്കെ, ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ് ലാംഡ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡിവൈഡ് 1 മൈനസ് എഫ് ഓഫ് എക്സ്. ആ വാല്യൂ കണ്ടുപിടിക്കുക, എന്നിട്ട് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കാണാം. ബൈപ്പോളാറിലും സെയിം, ആദ്യം എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കണം, എന്നിട്ടാണ് എഫ് ഡാഷ് എക്സ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് ഡെറിവേഷൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ എഫ് എഫ് എക്സ് കണ്ടാലേ ഫസ്റ്റ് ഡെറിവേഷൻ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഓക്കെ ഓക്കെ ഇനി റാം ഫംഗ്ഷൻസ് ഉണ്ട്. റാം ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ജസ്റ്റ് ഇത് അറിഞ്ഞാൽ മതി. റാം ഫംഗ്ഷൻ നമ്മൾ അധികം യൂസ് ചെയ്യാറില്ല. 1 ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ 1 വരും. ഇനി എക്സ് എന്ന് പറയുന്നത് 0ൻ്റെയും 1ൻ്റെയും ഇടയ്ക്കാണെങ്കിൽ
എന്താണോ എക്സ് അത് തന്നെയായിരിക്കും എന്ത് വരിക, എഫ് ഓഫ് എക്സ് വരിക. ഓക്കെ, ഇനി എക്സ് ലെസ് ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ എന്ത് വരും, 0 ആയിരിക്കും എന്ത് വരും, ആക്ടിവേഷൻ ഫംഗ്ഷൻ വരാം. ഓക്കെ, ഇനി വേറൊരു പോയിൻ്റ് എന്ന് വെച്ചാൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരിക്കലും 1ൽ കൂടുതൽ വരില്ല. അത് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. അപ്പം മനസ്സിലായോ, 1ൽ കൂടുതൽ എഫ് ഓഫ് എക്സ് വരില്ല. നെക്സ്റ്റ് ബയാസ് എന്താണെന്ന് പറഞ്ഞുതരാം. ബയാസ് നിങ്ങൾ കണ്ടില്ലല്ലോ ഫിഗറിൽ. ഓക്കെ, ബയാസ് നമ്മുടെ ഈ ഫിഗറിനകത്ത് ഇപ്പോൾ ഒരു ഔട്ട്പുട്ടിന് ഇതിനകത്ത് ബയാസ് എന്ന് പറഞ്ഞൊരു സാധനം, ഈ ഇൻപുട്ടിന് പുറമെ ബയാസ് എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് ഉണ്ടായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഈ നമ്മുടെ നെറ്റ്വർക്ക് ഈ ഫിഗറിൽ കണ്ടോ, YJക്കകത്ത് X1 X എന്ന് പറയുന്നത് അതിൻ്റെ കറസ്പോണ്ടിങ് എന്താണ്, ഇൻപുട്ട്സ് ആണ്. അതല്ലാണ്ട് 1 എന്ന് പറയുന്നൊരു ബയാസ് ഒരു ഇത് വരും, ഇൻപുട്ട്. അതിനെ നമ്മൾ ബയാസ് എന്ന് പറയാം. ബയാസ് ഈസ് കൺസിഡേർഡ് ലൈക്ക് അനദർ വെയിറ്റ്. അതായത് നമ്മുടെ വെയിറ്റ് പൊതു BJ എന്ന് പറയുന്നൊരു വെയിറ്റ് ഉണ്ടാവുമല്ലോ, ആ വെയിറ്റിൻ്റെ അതേ കൺസിഡറേഷനാണ്. ബയാസ് ക്യാൻ ബി 2 ടൈപ്സ്, പോസിറ്റീവ് ബയാസ് ആൻഡ് നെഗറ്റീവ് ബയാസ്. പോസിറ്റീവ് ബയാസ് ഇൻക്രീസ് നെറ്റ്വർക്ക് ഇൻപുട്ട് ടു ദി നെറ്റ്വർക്ക് ആൻഡ് നെഗറ്റീവ് ബയാസ് ഡിക്രിമെൻറ്റ് അല്ലെങ്കിൽ ഡിക്രീസ് ദി നെറ്റ്വർക്ക് ഓഫ് ദി നെറ്റ്വർക്ക്. ഓക്കെ, ഒന്നെങ്കിൽ -1 ഉണ്ടാവും അല്ലെങ്കിൽ ഇതുണ്ടാവും. ബയാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അതായത് നിങ്ങൾക്ക് തന്ന ഒരു ഫിഗറിൽ ഒരു ഇത് തന്നിട്ടുണ്ട്, അതിനകത്ത് വാല്യൂസും കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും ഈ ഫിഗറിനകത്ത്. എക്സാമ്പിളിൽ കാൽക്കുലേറ്റ് Y എന്ന് പറയുന്ന ഇതിനകത്തേക്ക് എന്ത് ചെയ്യും, നമ്മുടെ ഔട്ട്പുട്ട് ഉണ്ട്. അതിനകത്ത് X1 ഫസ്റ്റ് നോഡിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് എന്താണ്, 0.2 ഉണ്ട്, 0.3, 0.7 ഒക്കെ ഉണ്ട് അല്ലേ. അതിൻ്റെ കൂടെ Yൻ്റെ കൂടെ കണ്ടോ ഒരു ബയാസ് വന്നിട്ടുണ്ട്. 1 എന്ന് പറയുന്ന ആണ് പോസിറ്റീവ് ബയാസാണ്. 1 എന്ന് പറയുന്ന പോസിറ്റീവ് ബയാസ് ആയിരിക്കും, -1 എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ബയാസ് ആയിരിക്കും. അപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ എന്ത് ചെയ്യണം, നമ്മളെ ഫംഗ്ഷൻ്റെ കൂടെ ഇത് ആഡ് ചെയ്ത് കൊടുക്കണം, അതിൻ്റെ വെയിറ്റ് കേട്ടോ. സോ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, കാൽക്കുലേറ്റ് ദി നെറ്റ് ഇൻപുട്ട് ഓഫ് ദി കറസ്പോണ്ടിങ് ഫിഗർ 0.2 X1, 0.6 X2, 0.7, 0.3 ഒരു പോസിറ്റീവ് ബയാസും വൈയും ഉണ്ട്. Y can be calculated as, how will you find out Y is equal to B നമ്മുടെ ബയാസ് പ്ലസ് X1 W1 plus X2 W2. What is the value of bias? 0.45 ആണ് ബയാസ്, പ്ലസ് X1 എന്താണ് 0.2 ആണ്, X2 എന്താണ് 0.6, 0.2 into 0.3 plus 0.6 into 0.7, that is the net input. Y is equal to 0.93. ഇങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക. ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു സാധനമാണിത്. ഓക്കെ, ത്രെഷോൾഡ് പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. ത്രെഷോൾഡ് എന്താണെന്നുള്ളത്, threshold is a set of value based upon the final output of the network can be calculated. അതായത് ത്രെഷോൾഡ് സെറ്റ് വാല്യൂ ആണ്, നമ്മൾ സെറ്റ് ചെയ്യുന്ന വാല്യൂ ആണ് ത്രെഷോൾഡ് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഡിപ്പെൻഡ്സ് ഓൺ ദി ഔട്ട്പുട്ട്, അതായത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഔട്ട്പുട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും ദ ത്രെഷോൾഡ് വാല്യൂ എന്ന് പറയുന്നത്. ത്രെഷോൾഡ് ഈസ് എ സെറ്റ് വാല്യൂ based upon the final output of the network can be calculated. Threshold value is used in the activation function. Activation ഫംഗ്ഷനിലാണ് നമ്മൾ യൂസ് ചെയ്യുക. നമ്മൾ ലാംഡ ഉണ്ടല്ലോ, അതാണ് ഈ ത്രെഷോൾഡ്. അല്ല മറ്റേ ഇത് ലാംഡ അല്ലല്ലോ. ഓക്കെ, ത്രെഷോൾഡ് വാല്യൂ നമ്മൾ ഇത് നോക്കിയില്ലേ, തീറ്റ. ഓക്കെ, നമ്മൾ നേരത്തെ നോക്കിയില്ലേ തീറ്റ, അതാണ് ത്രെഷോൾഡ് വാല്യൂ. ഈ ത്രെഷോൾഡ് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, അത് നമ്മൾ സെറ്റ് ചെയ്യുന്ന വാല്യൂ ആണ് ബേസ്ഡ് ഓൺ ദി ഔട്ട്പുട്ടിൻ്റെ ബേസ് ചെയ്തിരിക്കും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും തീറ്റ എന്താണെന്നുള്ളത്. ഓക്കെ, സോ ഇൻ ന്യൂറൽ നെറ്റ്വർക്ക് ദി ആക്ടിവേഷൻ ഫംഗ്ഷൻസ് are already defined using threshold value. The activation function using threshold can be defined as f of net is equal to 1 if net greater than or equal to theta minus 1 if net less than theta. ഇതാണ് theta is a fixed threshold value. അതായത് സാധാരണ ഫംഗ്ഷൻ്റെ ഫംഗ്ഷൻ ഓഫ് നെറ്റ്വർക്കിൻ്റെ ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ ത്രെഷോൾഡ് വാല്യൂ വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, നമ്മുടെ ആക്ടിവേഷൻ ഫംഗ്ഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആ ഇൻപുട്ട് ആ നെറ്റ്വർക്കിൻ്റെ ആക്ടിവേഷൻ ഫംഗ്ഷൻ ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ ഒന്ന് ഈ നെറ്റ്വർക്ക് ഗ്രേറ്റർ ദാൻ തീറ്റ ആണെങ്കിൽ 1 ആയിരിക്കും അല്ലെങ്കിൽ -1 ആയിരിക്കും. ഓക്കെ, സോ അതാണ് ത്രെഷോൾഡ് വാല്യൂ. ത്രെഷോൾഡ് വാല്യൂ സെറ്റ് ചെയ്യുന്ന വാല്യൂ ആണ് ബേസ്ഡ് ഓൺ ദി ഔട്ട്പുട്ട്. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇനി 2 ടോപ്പിക് കൂടി ഉണ്ടാവുള്ളൂ. ഈ ഒരു നെറ്റ്വർക്കും ഹെബ് നെറ്റ്വർക്കും, അതും പ്രോബ്ലം ആയിരിക്കും കേട്ടോ. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ വെക്കാം.